ശിവരാത്രി മണപ്പുറം എന്നാണ് ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത് തന്നെ. നടുവിൽ പരബ്രഹ്മസ്വരൂപനായ മഹാദേവന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രവും പുണ്യം പേറുന്ന മണ്ണാണിത്. ക്ഷേത്രവും മണപ്പുറവും ശിവരാത്രി ആഘോഷങ്ങൾക്ക് നിറവിൽ. ലോകരക്ഷയ്ക്കായി കാളകൂട വിഷം കഴിച്ച പരമശിവന് ആപത്തുണ്ടാകാതിരിക്കാൻ പാർവതീദേവി ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ച രാത്രിയാണ് ശിവരാത്രി എന്നാണ് ഐതിഹ്യം. അതിനാൽ ശിവരാത്രി ദിവസം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ഉറങ്ങാതെ ശിവമന്ത്രങ്ങൾ ഉരുവിട്ടിരിക്കും. അന്നും പിറ്റേന്നുമായി ബലിതർപ്പണവും നടത്തിയ ശേഷമാണ് ക്ഷേത്രത്തിൽ നിന്നും മടങ്ങാറ്. ഞായറാഴ്ച വാവു പ്രമാണിച്ചുള്ള ബലിതർപ്പണവും കാണും. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ പക്ഷിശ്രേഷ്ഠനായ ജടായുവിന് അന്ത്യകർമ്മങ്ങൾ നടത്തിയത് ഇവിടെയെന്നും ഐതിഹ്യമുണ്ട്. അതിനാൽ മണപ്പുറത്ത് ബലിതർപ്പണം നടത്തിയാൽ പിതൃമോക്ഷം ഉറപ്പാണെന്നും കരുതുന്നു. ആലുവയെ കുറിച്ചുള്ള ഐതിഹ്യം എന്ന് പറഞ്ഞാൽ വില്ലുവങ്കലത്തെ സ്വാമിമാർക്ക് ഭഗവാൻ ദർശനം കൊടുത്തായിട്ടാണ് പറയുന്നത്. അത് സ്വയംഭൂവാണ് കൊടുത്തത്. സ്വയംഭൂ. അപ്പോൾ അദ്ദേഹം വന്ന് അനന്തപുരിയിലേക്ക് പോകുന്ന സമയത്ത് ഇതിലേ പോകുമ്പോഴാണ് ഇവിടെ മുഴുവൻ ശിവൻ്റെ ജഡയാണ് അത്രേ. അപ്പോൾ മുട്ടുകുത്തി വന്ന് അദ്ദേഹം ആ സങ്കല്പസ്ഥാനത്ത് തൊഴുതു എന്നാണ്. കൈകൊണ്ട് ആ മണൽ കൊണ്ട് ശിവലിംഗം പോലെ ഉണ്ടാക്കി വെച്ചതാണ്. അതിനകത്താണ് ആ സ്വയംഭൂ പ്രതിഷ്ഠയായിട്ട് വന്നിരിക്കുന്നത്. ശിവരാത്രിയുടെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പരമശിവൻ കാളകൂടവൃക്ഷം സേവിച്ചപ്പോൾ തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി പാർവതീദേവി കഴുത്തും അതുപോലെ പുറത്തേക്ക് തുപ്പാതിരിക്കാൻ വായും അടച്ചു പിടിച്ച് പഞ്ചാക്ഷരം ജപിച്ചു എന്നാണ്. അപ്പോൾ ശിവരാത്രിയുടെ അന്നത്തെ ആ ഒരു രാത്രി മുഴുവൻ ജപിച്ചു എന്നാണ് സങ്കല്പം പറയുക. അതിൻ്റെ പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ സ്വാഭാവികമായി ആറാട്ട് നടക്കുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ ശിവക്ഷേത്രം. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണം പോലെ തന്നെ വിശിഷ്ടമാണ് കർക്കിടക വാവ് ബലിയും. വിപുലമായ ഒരുക്കങ്ങളാണ് ശിവരാത്രി പ്രമാണിച്ച് മണപ്പുറത്തുള്ളത്. കൂടുതൽ ഭക്തജനങ്ങൾ വന്നാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സൗകര്യപ്രദമായ രീതിയിൽ അവരുടെ ആചാരാനുഷ്ഠമായ രീതിയിൽ ബലിതർപ്പണം ചേർക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് നമ്മൾ 3 നേരം അന്നദാനം വേണ്ട 20,000-ഓളം പേർക്കുള്ള അന്നദാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് 3 നേരവും ഭക്ഷണം അവർക്ക് ആവശ്യാനുസരണം ഭക്ഷണം വിതരണം ചെയ്യാനും ദേവസ്വം ബോർഡ് പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഭക്തരെ വരവേൽക്കാൻ ആലുവ ശിവരാത്രി മണപ്പുറം ദാ ഒരുങ്ങിക്കഴിഞ്ഞു. ശിവമന്ത്രങ്ങളാൽ മുഖരിതമാകും പെരിയാറിന്റെ തീരം. ഐതിഹ്യപ്പെരുമയാൽ സമ്പന്നമായ ഈ ഭൂപ്രദേശം അങ്ങനെ ധന്യതയുടെ നടുവിൽ. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.